You face immense difficulties in your daily life. നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. I have been your MP now for 7 months. ഞാൻ ഇപ്പോൾ 7 മാസമായിട്ട് നിങ്ങളുടെ ജനപ്രതിനിധി MP ആയി നിൽക്കുകയാണ്. I travel to all parts of the constituency. ഞാൻ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. And I am beginning slowly to understand what your issues are, what your problems are. ഞാൻ അങ്ങനെ പതുക്കെ നിങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. What I can see is tremendous strength of will and courage in facing whatever it is that you have to face. നിങ്ങൾ എന്ത് കഷ്ടതകൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും നിങ്ങൾക്കുള്ള വലിയ ഒരു ധൈര്യം, നിങ്ങളുടെ കരുത്ത് അത് ഞാൻ കാണുന്നുണ്ട്. I have just come from the house of someone who had been killed by a tiger. ഞാനിപ്പോൾ ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. I met his wife, his 2 daughters and his little son. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു, അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കണ്ടു, ഒരു കുട്ടിയെയും ഞാൻ കാണുകയുണ്ടായി. One of the big problems you are facing is the human animal conflict. നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. I can understand how upsetting this is for you. When you work hard to cultivate your crops and due to this problem the crops are destroyed, lives are destroyed, livelihoods are destroyed. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കൃഷിയിടങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു, അവിടെ കൃഷി ചെയ്തു വരുമ്പോൾ ഈ വന്യമൃഗ ആക്രമണത്തിൽ ആ കൃഷി നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ജീവനുകൾ നഷ്ടപ്പെടുന്നു. I was thinking when I went to Gafur's house, which is just outside your constituency here, that this is now the 7th time that I have visited somebody who has died because of this conflict. ഞാനിപ്പോൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള ഗഫൂറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചെറിയ കാലയളവിൽ 7ാമത്തെ വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട ആളെയാണ് കാണുന്നത്. It is very important for us to find concrete measures to protect lives and to protect livelihoods. നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ ജീവനോപാധിയും സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്, അത് സംരക്ഷിക്കേണ്ടതുണ്ട്. There is a lot of talk, but as you know the state government is not trying hard enough to resolve this issue. ഒട്ടേറെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ ഇത് പ്രതിരോധിക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, ചെയ്യുന്നില്ല. It was deeply disturbing to know about Anantu who was electrocuted by an illegal electrical fence near Nilambur. നിലമ്പൂരിനടുത്ത് ഒരു അനധികൃതമായിട്ടുള്ള ഒരു വൈദ്യുതി കെണിയിൽപ്പെട്ട് അനന്തു എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് വലിയ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ്. My heart goes out to his family. I hope Shanu Vijay and Yadu Krishnan who were injured in the same incident are better now. ഞാൻ അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആ അപകടത്തിൽ പരിക്കേറ്റ ഷാനു വിജയനും അതുപോലെ തന്നെ യദു കൃഷ്ണനും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. I was told that the local people had complained about this issue before this incident happened. ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അധികൃതരെ അറിയിച്ചിരുന്നു. Yet no action was taken. പക്ഷേ എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. So it's very important that we all work together to put in proper systems to protect lives. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ടത് അടിയന്തരമായി ആവശ്യമാണ്. We need to put in the systems that enable authorities to react with urgency when such issues are highlighted. നമുക്ക് ഇത്തരത്തിലുള്ള ഘട്ടത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അധികൃതർക്ക് പെട്ടെന്ന് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. Even our UDF cadres have to be alert to help and to impress upon authorities when such issues need urgent action so that accidents do not happen. ഇത്തരത്തിലുള്ള അടിയന്തര സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാതിരിക്കാൻ നമ്മൾ UDFന്റെ പ്രവർത്തകർ അധികാരികളോട് ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തേണ്ടതും ജാഗ്രതയോടെ നിൽക്കേണ്ടതും ഞാൻ മനസ്സിലാക്കുന്നു. There is no point blaming old laws or saying that it is somebody else's fault. When we are in government, when it is a state government,
then it is the government's responsibility to place basic protections for lives and livelihoods. നമ്മൾ പഴയ നിയമത്തെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു സർക്കാർ ഉള്ളപ്പോൾ ആ സർക്കാരിന് ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് പ്രാഥമികമായ